കുറുമ്പിയെ സ്വന്താക്കാൻ വരുന്നവരെ കുറിച്ചാടോ പറഞ്ഞത്. ഏഞ്ചൽ മോളെ തലയിൽ ഒന്ന് തടവിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. ആ, സാറിന് അറിയുന്ന ഫാമിലിയാണോ? ആവണി ചോദിച്ചു. അതേടോ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ, മദർ പറഞ്ഞിരുന്നു അവർക്കൊരു മോനും കൂടി ഉണ്ടല്ലേ. ആടോ, ഏബൽ എന്ന മോൻ്റെ പേര്. അവിടെ എല്ലാവരും ഏഞ്ചൽ മോളുടെ വരവിനായി ഭയങ്കര ഒരുക്കത്തിലാണ്. ഒരുപാട് ഗിഫ്റ്റും ഭയങ്കര ഡെക്കറേഷനും. അവിടെ മോളെ എങ്ങനെ സ്വീകരിക്കണം എന്ന ചർച്ചയിലാണ് അവർ. ഒരുപാട് കോള് വന്ന് എബിക്ക് ഇപ്പോൾ തന്നെ, എന്താ മോളെ കൊണ്ടുവരാൻ വൈകുന്നതെന്ന് ചോദിച്ചിട്ട്. ശരിക്കും അവിടുത്തെ ഒരു കൊച്ചു രാജകുമാരി ആവാൻ പോവാം തൻ്റെ ഈ ഏഞ്ചൽ മോള്. അവർക്ക് ഒരു മോള് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ ഫാമിലിയിൽ ആർക്കും പെൺകുഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു പെൺകുഞ്ഞിനെ താലോലിക്കാനായി ഫാമിലി മുഴുവൻ കാത്തിരിപ്പായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നിമ്മി രണ്ടാമതും പ്രഗ്നൻ്റായി. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ കുഞ്ഞിനെ അവർക്ക് കിട്ടിയില്ല. അതുമാത്രമല്ല, പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് കാരണം നിമ്മിയുടെ യൂട്രസ് എടുത്തു മാറ്റേണ്ടി വന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി, പ്രത്യേകിച്ച് ഏബൽ മോന്. അവൻ കുഞ്ഞുവാവയെ ലാളിക്കാൻ കാത്തിരിക്കുമ്പോഴായിരുന്നു ആ സംഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചിൽഡ്രൻസ് ഡേക്ക് ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് സ്പോൺസർ ചെയ്യാൻ വന്നതിൻ്റെ ഇടയിലാണ് ഏബൽ മോൻ ഏഞ്ചൽ മോളെ കാണുന്നത് തന്നെ. പിന്നെ അങ്ങോട്ട് അവൻ്റെ സംസാരം മുഴുവൻ ഇവളെ പറ്റിയായി. അവൻ്റെ വീട്ടിലും സ്കൂളിലും എല്ലാം ഏഞ്ചൽ മോൾ തന്നെ നിറഞ്ഞിരുന്നു. അവന് സംസാരിക്കാൻ വേറെ ഒരു ടോപ്പിക്കും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇത്രയും കുട്ടികളുണ്ടായിട്ടും അവൻ എന്തുകൊണ്ടോ മോളോട് പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടോ. അവൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും പിന്നെ അവനൊക്കെ നുണക്കുഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഏഞ്ചൽ മോളുടെ നുണക്കുഴിയും കൂടി കണ്ടപ്പോൾ അവന് തോന്നിയത്ര അവൻ്റെ അനിയത്തി തന്നെയാണ് ഇതെന്ന്. ഒരു ദിവസം നിർബന്ധപ്രകാരം നിമ്മിയും കൊണ്ട് ഓഫനേജിലേക്ക് വന്നു അവൻ. മോളെ കണ്ടപ്പോൾ നിമ്മിക്കും അവളെ പിരിയാൻ തോന്നിയില്ല. ഒരു മുഞ്ചമ ബന്ധമുള്ള പോലെ. അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. മോളെ എല്ലാവർക്കും ഇഷ്ടമായി. ഡേവിഡ് പറയുമ്പോഴെല്ലാം ഏഞ്ചൽ മോളെ കയ്യിൽ പിടിച്ച് കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡേവിഡ് എടുക്കാനായി കൈ നീട്ടിയപ്പോൾ ഏഞ്ചൽ മോൾ പതിവിലും വിപരീതമായി ഡേവിഡിൻ്റെ കയ്യിലേക്ക് പോയി. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ പോകുന്ന കക്ഷിയല്ല കേട്ടോ അവള്. സാർ, എന്നാ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ആവണി മറ്റു കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. കുറച്ചു നേരം ഏഞ്ചൽ മോൾ ഡേവിഡിൻ്റെ അടുത്ത് നിന്നു. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ തനി സ്വഭാവം എടുക്കാൻ തുടങ്ങി. നല്ല കരച്ചിലായി. ആവണി ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടിട്ട് ഡേവിഡ് ആകട്ടെ പേടിച്ചു പാവം. അവൻ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായി ഓരോന്ന് കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ അടവൊന്നും നമ്മളുടെ ഏഞ്ചൽ മോളുടെ അടുത്ത് നടന്നില്ല. അവൾ ഒന്നും ശ്രദ്ധിക്കാതെ ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഡേവിഡിനെ തല്ലാൻ വേണ്ടി കുഞ്ഞിക്കൈകൾ ഒന്നും പൊക്കി നോക്കുന്നൊക്കെ ഉണ്ട് ആള്. കുഞ്ഞിനറിയില്ലല്ലോ കലിപ്പൻ ഓഫീസറാന്ന്. സർ, എന്തു പറ്റി സാർ? എന്തിനാ മോള് കരയുന്നേ? അവണി ചോദിച്ചു. എന്തു പറ്റിയെന്ന് അറിയില്ലടോ, പെട്ടെന്ന് കരച്ചിൽ തുടങ്ങിയതാണ്. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, ഡേവിഡ് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞതും ആവണിക്ക് സംഗതി എന്താന്ന് പിടികിട്ടി. അവള് ഒരു കള്ളച്ചിരിയോടെ മോളെ നോക്കി. എന്നിട്ട് ഡേവിഡിനോട് പറഞ്ഞു, സാറ് പേടിക്കണ്ട കേട്ടോ. ഈ കുറുമ്പിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ കുസൃതികളൊക്കെ കാണിക്കും. അവളെ കൂടുതൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് തോന്നുമ്പോഴാ ഈ അടവ് കാണിക്കല്. ഞാൻ അങ്ങോട്ട് പോയ ശേഷം സാർ മോളെ കളിപ്പിക്കാതെ മറ്റോ നിന്നോ? ആവണി ചോദിച്ചു. ആ, എനിക്കൊരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുമായിരുന്നു, ഡേവിഡ് പറഞ്ഞു. ഓഹോ, അത് ഈ കുട്ടിക്കുറുമ്പിക്ക് ഇഷ്ടമായില്ല, അതാ ഈ കള്ളക്കരച്ചിലിൻ്റെ കാരണം. സാറ് മോളെ ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് ആവണി ഡേവിഡിൻ്റെ നേരെ നിന്ന് കുഞ്ഞിനെ എടുത്തു. ആവണി കൈ കാണിച്ചതും കുഞ്ഞ് വേഗം ആവണിയുടെ അടുത്തേക്ക് പോയി. എന്ത് വെച്ചിടാ ചക്കരെ, എൻ്റെ മാലാക കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ലയോ ഈ അങ്കിള്? സാരല്ല കേട്ടോ, നമുക്ക് അങ്കിളിന് കൊട്ട് കൊടുക്കാവേ എന്ന് പറഞ്ഞ് ആവണി കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിച്ചു കൊണ്ട് നടന്നു. ആവണി എടുത്തപ്പോൾ കരച്ചിലൊക്കെ പമ്പ കിടന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ശരിക്കും അതിശയായി ഡേവിഡിന്. ഷെടാ, ഇതെന്താ അതിശയാ? ആള് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ.
ഡേവിഡ് പറഞ്ഞു. അതേലോ, ഞങ്ങൾ ഡിഫറെൻ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് ആവണി കുഞ്ഞിൻ്റെ കവളിലൊന്ന് മുത്തി. ഡേവിഡ് ആവണിയുടെ കൊഞ്ചിക്കൽ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോഴുള്ള അവളുടെ മുഖത്തിലെ ഓമനത്തം അവന് വളരെ ഇഷ്ടമായിട്ടോ. അല്ല, കുഞ്ഞ് കരഞ്ഞാൽ മാത്രമേ ഉമ്മ കൊടുക്കുള്ളൂ എന്നവൻ പതിഞ്ഞ സ്വരത്തിൽ ആവണിയുടെ പുറകിൽ നിന്ന് ചോദിച്ചു. അവളത് കേട്ടു. എങ്കിലും അവൾ കേട്ടത് അത് തന്നെയാണോ എന്ന് അവൾക്കൊരു ഡൗട്ട്. കാരണം കലിപ്പൻ സാറ് ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് അവൾ വിചാരിച്ചു കാണില്ലല്ലോ. സാർ എന്താ പറഞ്ഞേ? ആവണി ചോദിച്ചു. ഒന്നുമില്ല, മദറമ്മൻ്റെ അടുത്തേക്ക് പോവാം എന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞ് അവൻ ഒപ്പിച്ചു. കുഞ്ഞിനെ പിടിച്ചുള്ള രണ്ടാളി നടത്താൻ കാണാൻ തന്നെ നല്ല ചേലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഡേവിഡും ആവണിയും ഏഞ്ചലും ഒരു ഫാമിലിയാ തോന്നും. അമ്മയും അച്ഛനും കുഞ്ഞും. അവർ അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുറച്ച് നടന്നപ്പോഴേക്കും മദറമ്മ അവരെ വിളിച്ചു. മദറിൻ്റെ ഓഫീസിലേക്ക് വരാനായിരുന്നു ആ വിളി. മദറിൻ്റെ ഓഫീസിൽ മോളെ കൊണ്ടുപോകാൻ വന്ന ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവർ മദറിൻ്റെ ഓഫീസിലേക്ക് എത്തി. ഏഞ്ചൽ മോളെ കണ്ടതും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടി ഓടി വന്ന് വാവി എന്ന് വിളിച്ച് അവളുടെ കാലിൽ മുത്തമിട്ടു. അത് കണ്ടപ്പോൾ മദറമ്മയ്ക്കും ആവണിക്കും നല്ല സന്തോഷമായിട്ടോ. ആ കുഞ്ഞാണ് ഡേവിഡ് പറഞ്ഞ അവരുടെ മകൻ ഏബൽ എന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ അമ്മ നിമ്മി വന്ന് ഏഞ്ചലിനെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ആവണിക്ക് കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ഒരു നീറ്റിലുണ്ടായിരുന്നു കേട്ടോ നെഞ്ചിൽ. കാരണം ആ കുഞ്ഞ് അവൾക്ക് സ്പെഷ്യലായിരുന്നു. കുഞ്ഞിനെ കിട്ടിയപ്പോൾ മുതൽ ആവണയായിരുന്നു അവിടേക്ക് വരുമ്പോഴെല്ലാം കുഞ്ഞിനെ നോക്കിയത്. അതും സ്വന്തം അമ്മ നോക്കുന്ന പോലെയാണ് അവൾ നോക്കിയത്. ഇനി ദത്തെടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലി ആ കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ, ഇനി കാണാനും കൂടി അവൾക്കാവോ എന്നോർത്തുള്ള വിഷമമായിരുന്നു അവൾക്ക്. കുഞ്ഞിനെ ആവണിയുടെ കയ്യിൽ നിന്ന് വാങ്ങി എല്ലാവരും കൊഞ്ചിച്ചു. മമ്മിയുടെ ആലിയ മോളാണോ എന്ന് വിളിച്ചായിരുന്നു നിമ്മി കുഞ്ഞിനെ കൊഞ്ചിച്ചത്. അപ്പോഴാണ് അവരുടെ ഹസ്ബൻഡ് പറഞ്ഞത്, കുഞ്ഞിന് അവർ ആലിയ എന്നാണ് ഒഫീഷ്യലായി അവരുടെ ഫാമിലി ഇട്ടിരിക്കുന്ന പേരെന്ന്. ആലിയ ആൻഡ് എബി ജോസഫ് എന്ന്. അതും കൂടി കേട്ടപ്പോൾ അവൾക്ക് ഇത്രയും കൂടി വിഷമം കൂടി. കാരണം എന്താ അറിയോ? ആവണിട്ട പേരായിരുന്നു ഏഞ്ചൽ എന്ന്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം ഏഞ്ചൽ മോളെ അവർക്ക് കൊടുത്തയച്ചു മദർ. കാറിൽ പോകുമ്പോൾ മോള് കരയുന്നുണ്ടായിരുന്നു ആവണിയെ നോക്കി. അപ്പോൾ ആവണിയുടെ കണ്ണും നിറഞ്ഞു. പോയി മോളെ ഒന്ന് എടുത്ത് അവളെ ഇറുക്കി പുണർന്ന് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കാൻ അവൾക്ക് തോന്നി. എന്നാൽ തനിക്കിനി അതിന് ഒരു അവകാശവും ഇല്ല എന്നോർത്ത് ആവണി ഡേവിഡിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ആവണി തൻ്റെ അടുത്തിരിക്കുന്നത് വിഷമിച്ചിട്ടാണ് എന്ന് ഡേവിഡ് ശ്രദ്ധിച്ചു. അവർ അവിടെ നിന്ന് പോയതിനു ശേഷം മദറമ്മയും റോസിയും കൂടി അവരെ യാത്രയാക്കാൻ നിന്ന കുഞ്ഞുങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എന്തിനാടോ വിഷമിക്കുന്നേ? ആ കുഞ്ഞു പോയത് സ്നേഹനിധിയായ ഒരു കുടുംബത്തിലേക്ക് തന്നെയാണ്. അച്ഛനും അമ്മയും ഒരു ഏട്ടനും ഒക്കെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെന്തിനാ താൻ വിഷമിക്കുന്നത്? ഡേവിഡ് ചോദിച്ചു. അവൾക്കൊരു കുടുംബത്തെ കിട്ടിയതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ സർ, ആവണി പറഞ്ഞു. പക്ഷേ അവൾ ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലായിരുന്നു. അവളെ ഇനി എന്ന് കാണാനാ? അതോർത്തുള്ള സങ്കടം കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. പിന്നെ സർ, ഏഞ്ചൽ മോള് മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് സ്പെഷ്യൽ തന്നെയാണ്. അവർക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാണ്ടിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാലും അവർക്കറിയാട്ടോ ഇതൊരു അനാഥാലയമാണ്, ആരുമില്ലാത്തവരാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ. സാറിനറിയോ, ഈ കാഴ്ച കാണുന്ന ഇവിടുത്തെ മറ്റു കുഞ്ഞുങ്ങളും അവരെ സ്വീകരിക്കാൻ ആരെങ്കിലും ഇപ്പോൾ വരുമോ എന്ന് ആലോചിച്ചിട്ടാവും ഇവിടെ നിന്നിട്ടുണ്ടാവുക. സർ, ഇവിടുത്തെ കുഞ്ഞുങ്ങളില്ലേ സ്കൂളിൽ പോകുമ്പോഴാണ് ശരിക്കും തനിക്ക് ഒരു അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആലോചിക്കുക. ഞങ്ങളെ ഇവിടെ നിന്ന് ഒരു വാനിലാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോവുക. തിരിച്ചും അതെ. പക്ഷേ നമ്മുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളെ അവരുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അങ്ങനെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും വന്ന് കൂട്ടിക്കൊണ്ടുപോവുക. അവർ വരുമ്പോൾ തന്നെ അവരെ ഓടിച്ചെന്ന് അവർ കെട്ടിപ്പിടിക്കും, അവർക്ക് ഉമ്മ കൊടുക്കും. അങ്ങനെ ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ. അതൊക്കെ കാണുമ്പോൾ ഞങ്ങളും ആഗ്രഹിക്കും കേട്ടോ, ഞങ്ങളിങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കാൻ, ഒരു ഉമ്മ തരാൻ, ഒരു ഉമ്മ കൊടുക്കാൻ.
വിശേഷങ്ങളൊക്കെ പറയാൻ അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നുവെങ്കിലെന്ന്. പക്ഷേ അങ്ങനെ ആരും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ക്ലാസ് മുറികളിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക്. സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. പലരും അനാഥയാണെന്നറിയുമ്പോൾ കൂട്ടുകൂടാറില്ല. മറ്റു ചിലർ കൂട്ടുകൂടും കേട്ടോ, പക്ഷെ അതൊരു അനക്കൊമ്പ പോലെയാണ്. അങ്ങനെ കൂട്ടുകൂടുന്നവർക്ക് അറിയാനും ചോദിക്കാനും ഒക്കെ ഇല്ലേ, നൂറ് ചോദ്യങ്ങളുണ്ടാവും. ആ, നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? സെപ്പറേറ്റ് പ്ലേറ്റിലാണോ? അത് എല്ലാ ക്യൂ നിൽക്കാറുണ്ടോ ഫുഡിന് വേണ്ടിയിട്ട്? ആരാ വസ്ത്രമൊക്കെ വാങ്ങിത്തരിക? ആരാ കഴുകുക? ഈ പനി വന്നാലൊക്കെ ആരാ നിങ്ങളെ നോക്കുക? നിങ്ങൾ ഓർഫനേജിൽ വല്ല പണി ചെയ്തിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അതോ ഓർഫനേജിലത്തെ മദർ നിങ്ങളെ തല്ലാറുണ്ടോ? നിങ്ങൾ ഓണം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? നിങ്ങളെ ദത്തെടുക്കാനൊക്കെ ആരെങ്കിലും വരാറുണ്ടോ? അല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ കണ്ടിട്ടുണ്ടോ? അവരെ മടുത്തിട്ടാണോ നിങ്ങളെ കൊണ്ടാക്കി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതൊക്കെ കേൾക്കുമ്പോഴേ ഒരുതരം മടുപ്പസ്. ചിലപ്പോഴൊക്കെ അന്യജീവികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങളെ നോക്കുന്നത്. ചില പാരൻസ് കുട്ടികളോട് പറയും ഞങ്ങളോടൊന്നും കൂട്ടുകൂടരുതെന്ന്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നൈസായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. പിന്നെ ചിലപ്പോൾ ഈ ക്ലാസ്സിലെ പിള്ളേരുടെ റബ്ബറോ കട്ടറോ പെൻസിലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞു പോവില്ലേ, അപ്പോൾ പറയും ഞങ്ങളാ അതെടുത്തേന്ന്. കാരണം ഞങ്ങൾക്കിതൊക്കെ കാണാൻ അതിശയല്ലേ, ഞങ്ങൾക്ക് വാങ്ങിത്തരാനൊന്നും ആരുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ എടുത്തതാണെന്ന് ചില ടീച്ചേഴ്സ് വിധി എഴുതും. പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കും. എന്തിനു വേറെ മണവാട്ടിയായി സ്റ്റേജിൽ കയറിയിട്ട് ഇറക്കി വിട്ട സംഭവം വരെയുണ്ട്. സ്കൂളിൽ മാത്രമല്ല കേട്ടോ, കോളേജിലും പല കാര്യങ്ങളും ഞങ്ങൾ അറിയുന്നത് വളരെ വൈകിയാണ്. ആവണി പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ആവണിയുടെ ശബ്ദം ഇടരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെല്ലാം മാറ്റം വന്നത് എൻ്റെ അഞ്ജുവിൻ്റെ വരവോടെയാണ്. എൻ്റെ പൊട്ട ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി കൂടിയവളാ എൻ്റെ പാവം അഞ്ജൂസ്. അവളുമായി കൂട്ടുകൂടിയതിന് ശേഷം ഞാൻ നമ്മുടെ ഓഫീസിലെ മറ്റുള്ളവരുമായിട്ടും അങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അഞ്ജു. അവളെ എന്നെൻ്റെ ജീവിതത്തിലേക്ക് കയറിയോ അന്ന് മുതലാണ് അനാഥത്വത്തിൽ നിന്ന് മുക്തി നേടിയത്. ശരിക്കും പാടാ സർ അതനുഭവിക്കാൻ. ഇവിടെ മോള് പോകുമ്പോൾ നിന്ന് ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലും അവരെ കൂട്ടാൻ ആരെങ്കിലും വരുമെന്ന ചിന്തയായിരുന്നു അപ്പോൾ. അതുപോലെ ഞാനും കാത്തു നിന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കാലം, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വരവിനായി. ഒരുപാട് ഉമ്മ വയ്ക്കാനായിട്ട്, ഒന്ന് കെട്ടിപ്പിടിക്കാനായിട്ട്. പക്ഷെ അത് വെറുമൊരു ആഗ്രഹം മാത്രമായിരുന്നു. ആവണി ഇത് പറയുമ്പോൾ അവളുടെ കണ്ണ് അനുസരണയില്ലാതെ വീണ്ടും ഒഴുകാൻ തുടങ്ങി. ഈശോയുടെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും അവൾ ഇത് പറഞ്ഞ് കരഞ്ഞിട്ടില്ല. അവൾക്ക് എന്തുകൊണ്ടോ ഡേവിഡിൻ്റെ മുമ്പിൽ അവളുടെ ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു. അതും ഒരു മറയും കൂടാതെ തന്നെ. അതുപോലെ തന്നെ ഡേവിഡ് ആ കലിപ്പൻ സിയോവിൽ നിന്ന് ആവണി പറഞ്ഞു കഴിയുന്നവരെ ഒരു നല്ലൊരു കേൾവിക്കാരനായി മാത്രം നിന്നു. അവളുടെ അടുത്ത് തന്നെ ഇരുന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡേവിഡ് അവളെ ചേർത്തു പിടിച്ചു. ഒരു ആശ്രയം കിട്ടിയ പോലെ തോന്നി അവൾക്ക്. അവൾ ഇത്രകാലം ആഗ്രഹിച്ചിരുന്ന ഒരു ആശ്രയം കിട്ടിയ പോലെ അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഇരുന്നു പോയി. വേറെ ഒരു ചിന്തകളും കൂടാതെ തന്നെ.